നമസ്കാരം. ആരോഗ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും അതിനെ തുടർന്നുണ്ടായ നാടകീയമായ സംഭവ വികാസങ്ങളും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് തിരിതെളിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രി കൃത്യമായ ഡിസ്ചാർജ് നടപടിക്രമങ്ങൾ പാലിക്കാതെ പാതിരാത്രിയിൽ മടങ്ങിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ICUവിൽ കഴിയുന്ന ഒരു രോഗി സുഖം പ്രാപിക്കുമ്പോൾ അവരെ നിരീക്ഷണത്തിനായിട്ട് വാർഡിലേക്ക് മാറ്റുകയും ആരോഗ്യസ്ഥിതി പൂർണ്ണമായും തൃപ്തികരമാണെന്ന് ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഡിസ്ചാർജ് ചെയ്യുകയുമാണ് പതിവ്. എന്നാൽ ഇവിടെ അത്തരം പ്രോട്ടോക്കോളുകൾ ലംഘിക്കപ്പെട്ടതായിട്ടും വകുപ്പ് മന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് ഡോക്ടർമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയാണ് ആശുപത്രി വിട്ടതെന്നുമാണ് ഉയരുന്ന പ്രധാന ആരോപണം. രണ്ടാമത്തെയും ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം അത് പൗരന്മാർക്കെതിരെ വ്യാജ തെളിവുകളും പരാതികളും നിർമ്മിച്ചു എന്നതാണ്. KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം വധശ്രമമായിട്ട് ചിത്രീകരിച്ച് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പ്രതിപക്ഷം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രിക്കെതിരെ ആയുധങ്ങളുമായിട്ട് ആരും എത്തിയിട്ടില്ലെന്നും പോലീസ് തന്നെ അവരെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും UDF നേതൃത്വം വ്യക്തമാക്കും. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്നതും ഇല്ലാത്ത വധശ്രമ കഥകളൊക്കെ തന്നെ മെനയുന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മന്ത്രിയുടെ ശാരീരിക അവസ്ഥയെ സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളും ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കഴുത്തിന് ഗുരുതരമായ പരിക്കേറ്റ ഒരു രോഗിക്ക് 11 മണിക്കൂറിലധികം നീളുന്ന കാർ യാത്ര ഡോക്ടർമാർ നിർദ്ദേശിക്കില്ല എന്നതാണ് ഇതിലെ പ്രധാന വാദം. വിമാനമാർഗമോ ട്രെയിൻ മാർഗമോ യാത്ര ചെയ്യാൻ സൗകര്യമുള്ളപ്പോൾ കഠിനമായ കാർ യാത്ര തിരഞ്ഞെടുത്തത് മന്ത്രിക്കേറ്റ പരിക്ക് അത് അത്ര ഗൗരവമുള്ളതല്ല എന്നതിന്റെ തെളിവായിട്ട് പ്രതിപക്ഷം ഇവിടെ കാണുകയാണ്. ഡോക്ടർമാരെ കൊണ്ട് നിർബന്ധിതമായി ഇത്തരം സർട്ടിഫിക്കറ്റുകൾ എഴുതിപ്പിച്ചതാണെങ്കിൽ അതിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സമീപിക്കാനാണ് UDF ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഈ സംഭവങ്ങൾ സത്യപ്രതിജ്ഞാ ലംഘനത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ലാതെ പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി തനിക്കെതിരെ പ്രതിഷേധിച്ച കുട്ടികളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് പദവി ദുരുപയോഗം ചെയ്യലാണെന്ന് ആരോപിക്കപ്പെടും. ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ മന്ത്രിക്ക് അനുകൂലമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രയാസമായിരിക്കും. റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പിന്നീട് മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ മന്ത്രി വേഗത്തിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആസൂത്രിത നീക്കമാണെന്ന ആരോപണത്തിനും ബലം നൽകുകയാണ്. സ്പീക്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ ഈ സംഭവങ്ങളിൽ രാഷ്ട്രീയ താല്പര്യത്തോടെ ഇടപെട്ടുവെന്ന പരാതിയും കോടതിയിലെത്താനുള്ള സാധ്യതയുണ്ട്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത രീതിയും അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ പോലീസിന് മേൽ അനാവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. വധശ്രമം പോയിട്ട് ഒരു തള്ളു പോലും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു ഗൂഢാലോചന നടന്നത് കുറ്റകരമാണെന്നും കോടതി പരാമർശം ഉണ്ടായാൽ മന്ത്രിക്ക് രാജിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മന്ത്രി നേരിട്ട് ഇത്തരം നാടകീയ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അപൂർവമാണ്. ജനങ്ങൾക്കിടയിൽ ഈ ഒരു സംഭവം അത് വലിയ പരിഹാസത്തിന് തന്നെ ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട്. നിയമപരമായിട്ടും ധാർമ്മികമായും മന്ത്രി പ്രതിരോധത്തിലായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നാണക്കേട് ഒഴിവാക്കാനായിട്ട് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജിവെക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലും അതോടൊപ്പം തന്നെ IMAയുടെ നിലപാടുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഏറെ നിർണായകമായി മാറുന്നതാണ്.